ജയ് ഹിന്ദ് സുഹൃത്തുക്കളെ, വന്ദേ മാതരം. ദക്ഷിണേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ മുഴുവൻ മാറ്റുമെന്ന മട്ടിൽ ഒരു പുതിയ വാർത്ത വരുന്നുണ്ട്. പാകിസ്ഥാൻ വ്യോമസേന അവരുടെ F-16 ഫൈറ്റർ ജെറ്റുകളിൽ തുർക്കി നിർമ്മിതമായിട്ടുള്ള ഗസാപ്പ് എന്ന് പറയുന്ന കൊടും വിനാശകാരിയായ തെർമോബാറിക് ബോംബ് ഘടിപ്പിക്കാൻ പ്ലാനിടുന്നു. ഇത് വെച്ച് ഇന്ത്യക്കെതിരെ ആയുധ സന്തുലിതാവസ്ഥയിൽ ഒരു മേൽക്കൈ നേടാമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ സംഗതി സത്യത്തിൽ അത്രയ്ക്ക് സീനാണോ? തെർമോബാറിക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? വ്യക്തവും ആഴത്തിലുള്ളതുമായ ഒരു സാങ്കേതിക വിശകലനം നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ തെർമോബാറിക് എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ കാണുന്ന സ്ഫോടക വസ്തുക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ തത്വത്തിലാണ് തെർമോബാറിക് ബോംബുകൾ പ്രവർത്തിക്കുന്നത്. തെർമോബാറിക് എന്നുള്ള വാക്ക് തന്നെ ഗ്രീക്ക് ഭാഷയിലെ ചൂട്, മർദ്ദം ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സാങ്കേതികമായിട്ട് ഇതിന് ഫ്യൂവൽ എയർ എക്സ്പ്ലോസീവ് എന്നോ അല്ലെങ്കിൽ പൊതുവായിട്ട് വാക്വം ബോംബുകളെന്നോ ഒക്കെയാണ് വിളിക്കാറ്. സാധാരണ ബോംബും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാധാരണ ബോംബുകൾ TNT അല്ലെങ്കിൽ RDX പോലെയുള്ള സ്ഫോടക വസ്തുക്കളും അതിന് കത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിഡൈസറും ഒന്നിച്ച് ചേർത്താണ് നിർമ്മിക്കുന്നത്. പക്ഷേ തെർമോബാറിക് ബോംബിൽ 100% ഇന്ധനം മാത്രമാണ് ഉപയോഗിക്കുന്നത്. കത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ അത് അന്തരീക്ഷത്തിലെ വായുവിൽ നിന്ന് തന്നെ വലിച്ചെടുക്കും. 2 ഘട്ടത്തിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ ലക്ഷ്യസ്ഥാനത്തിന് കൃത്യമായ ഉയരത്തിലെത്തുമ്പോൾ ബോംബിൽ ഒരു ചെറിയ പ്രാഥമിക സ്ഫോടനം നടക്കും. ഇത് ബോംബിലുള്ള പെട്രോളിയം അധിഷ്ഠിത മിശ്രിതങ്ങളും അലുമിനിയം, മഗ്നീഷ്യം പോലെയുള്ള സൂക്ഷ്മ കണങ്ങളുമെല്ലാം അടങ്ങിയ ഇന്ധനത്തെ വൻതോതിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളും. സെക്കൻഡുകൾക്കുള്ളിൽ സങ്കീർണമായ ഒരു ഫ്യൂവൽ എയർ ക്ലൗഡ് രൂപപ്പെടും. ഈ മേഘം തുറസായ സ്ഥലങ്ങളിൽ മാത്രമല്ല, കോൺക്രീറ്റ് ബങ്കറുകളിലും തുരങ്കങ്ങളിലും കെട്ടിടങ്ങളുടെ വിടവുകളിലുമെല്ലാം വളരെ അനായാസം പടർന്നു കയറും. അപ്പോഴാണ് വിനാശകരമായ സ്ഫോടനം എന്ന 2ാം ഘട്ടം ആരംഭിക്കുന്നത്. അതായത് രണ്ടാമത്തെ പ്രധാന ഡിറ്റനേറ്റർ ഈ ഫ്യൂവൽ ക്ലൗഡിന് തീ കൊളുത്തും. സെക്കൻഡിൻ്റെ 1000-ലൊന്ന് സമയം കൊണ്ട് ഈ മേഘം ഒന്നാകെ കത്തിപ്പടരുകയും 2500 ഡിഗ്രി മുതൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ഭീകരമായ ഒരു ഹീറ്റ് വേവ് സൃഷ്ടിക്കുകയും ചെയ്യും. സ്ഫോടന സമയത്ത് ചുറ്റുമുള്ള ഓക്സിജൻ മുഴുവൻ തൽക്ഷണം കത്തിത്തീരും. അങ്ങനെ അവിടെ ഒരു പാർഷ്യൽ വാക്വം, അതായത് ഒരു ഭാഗിക ശൂന്യത രൂപപ്പെടും. ഇതിൻ്റെ തൊട്ട് പിന്നാലെ അന്തരീക്ഷത്തിലെ വായു ഈ ശൂന്യത നികത്താൻ വേണ്ടിയിട്ട് ഭീകര വേഗതയിൽ ഉള്ളിലേക്ക് അടിച്ചു കയറും. ഒരു ഹൈ പ്രഷർ ഷോക്ക് വേവാണ് അവിടെ ഉണ്ടാകുന്നത്. സാധാരണ സ്ഫോടനങ്ങളിൽ ഈ കോൺക്രീറ്റ് ചുവരുകളുടെയൊക്കെ പുറകിൽ നിൽക്കുന്ന സൈനികർ ചിലപ്പോൾ രക്ഷപ്പെടാമെന്നുണ്ടെങ്കിലും തെർമോബാറിക് സ്ഫോടനത്തിൽ നിന്നുള്ള പ്രഷർ വേവുകൾ ചുവരുകളും ചുറ്റി അകത്തേക്ക് കയറും. മനുഷ്യ ശരീരത്തിൽ ഈ ആഘാത തരംഗങ്ങൾ പതിക്കുമ്പോൾ അന്തർനാഡികളും ശ്വാസകോശവും വായു അറകളും തൽക്ഷണം തകരും. അങ്ങനെ രക്തസ്രാവം മൂലം ജീവഹാനി സംഭവിക്കും. ഇനി നമുക്ക് തുർക്കിയുടെ ഗസാപ്പ് സിസ്റ്റം എന്താണെന്നും കൂടി ഒന്ന് പരിശോധിക്കാം. തുർക്കിയുടെ ഗസാപ്പ് ബോംബ് അമേരിക്കൻ നിർമ്മിത 2000 പൗണ്ട് ഭാരമുള്ള MK-84 ബോംബിൻ്റെ ഘടനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പെനിട്രേഷൻ ശേഷിയും കേസിങ്ങിലെ 10,000 മൈക്രോ ഫ്രാഗ്മെൻറ്റേഷനുമാണ് പ്രധാന പ്രത്യേകത. ബങ്കറുകൾ തകർക്കാൻ മാത്രമല്ല, വിശാലമായ സ്ഥലത്തുള്ള സൈനിക സന്നാഹങ്ങളെ ഒന്നാകെ നശിപ്പിക്കാനും ഇതിന് സാധിക്കും. സാധാ ഗ്രാവിറ്റി ബോംബായിട്ടുള്ള ഇതിൽ ഒരു വലിയ ഗൈഡൻസ് കിറ്റുമൊക്കെ ഘടിപ്പിച്ച് ഗ്ലൈഡ് ബോംബ് രൂപത്തിലാക്കി F-16 മാറ്റാനാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ തദ്ദേശീയ തെർമോബാറിക് ശക്തിയും കൂടെ ഒന്ന് പരിശോധിക്കാം. 1000 പൗണ്ട് HET ബോംബാണ് ആദ്യത്തേത്. DRDO വികസിപ്പിച്ച് മിനീഷൻസ് ഇന്ത്യ ലിമിറ്റഡ് ഉൽപ്പാദിപ്പിക്കുന്ന 1000 പൗണ്ട് ഹൈ എക്സ്പ്ലോസീവ് തെർമോബാറിക് ബോംബ് നമ്മുടെ മുൻനിര യുദ്ധവിമാനമായ സുഖോയ് 30 MKയിൽ ഓൾറെഡി സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഹൈ എക്സ്പ്ലോസീവുകളെക്കാളൊക്കെ 30% കൂടുതൽ ബ്ലാസ്റ്റ് ഇമ്പൾസ് നൽകാനും ഇവയ്ക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ഗൗരവ് ഗ്ലൈഡ് ബോംബ്. നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച 1000 കിലോഗ്രാം ഭാരമുള്ള ഗൗരവ് ഗ്ലൈഡ് ബോംബുകളിൽ തെർമോബാറിക് വാർഹെഡുകൾ സജ്ജമാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. ഇതിന് 100 കിലോമീറ്ററിലധികം സ്റ്റാൻഡ് ഓഫ് പ്രഹരപരിധിയുമുണ്ട്. മൂന്നാമതായിട്ട് പിനാക. വായുമാർഗമുള്ള ബോംബുകളുടെ പുറമെ ഇന്ത്യയുടെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളിൽ പ്രയോഗിക്കാവുന്ന തെർമോബാറിക് വാർഹെഡുകൾ ഇന്ത്യൻ കരസേനയുടെ ഭാഗമായി കഴിഞ്ഞു. ശത്രുക്കളുടെ മുൻനിര പ്രതിരോധ നിരകളെ തകർത്ത് കളയാനായിട്ട് ഇവയ്ക്ക് നിമിഷങ്ങൾ മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്. പാകിസ്ഥാന് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം സാങ്കേതികവും പ്രവർത്തനപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്.
ഒന്നാമത്തെ പ്രശ്നം തന്നെ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ, അതായത് കോഡിംഗ് തടസ്സം. പാകിസ്ഥാന് അമേരിക്ക നൽകിയിട്ടുള്ള F-16 വിമാനങ്ങളിൽ വിദേശ നിർമ്മിത ആയുധങ്ങൾ സംയോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കർശനമായ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ കോഡ് തിരുത്തേണ്ടതായിട്ട് വരും. അമേരിക്കയുടെ ആയുധങ്ങൾ അനുമതിയില്ലാതെ ഇത്തരം വൻകിട ആയുധങ്ങൾ F-16 മിഷൻ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് സാങ്കേതികമായിട്ട് കഠിനമാണ്. എന്ന് മാത്രമല്ല, 2000 പൗണ്ട് ഭാരമുള്ള കനത്ത ഗസാബ് ബോംബുകൾ വഹിക്കുമ്പോൾ F-16 വിമാനത്തിൻ്റെ വേഗത, മന്യൂവറബിലിറ്റി, ഇന്ധനക്ഷമത ഇതെല്ലാം കുറയും. ഇത് ഈ F-16 വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന മന്ദഗതിയിലുള്ള ലക്ഷ്യങ്ങളായിട്ട് മാറ്റും. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഈ തെർമോബാറിക് പദ്ധതി കടലാസിൽ വലിയൊരു ഭീഷണിയായിട്ടൊക്കെ തോന്നാമെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ അതിർത്തി പ്രതിരോധ ഘടനയും എയർ സുപ്പീരിയറിറ്റിയും കണക്കിലെടുക്കുമ്പോൾ ഇത് പ്രായോഗികമായിട്ട് വലിയൊരു പരാജയമായിട്ടാണ് മാറാൻ പോകുന്നത്. അത് വെറുതെ അമിത ആത്മവിശ്വാസം കൊണ്ട് പറയുന്നതല്ല, അതിന് കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ അതിർത്തി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒന്നാണ്. അതിലാദ്യമായിട്ട് S-400 സിസ്റ്റം 600 കിലോമീറ്റർ അകലെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. F-16 വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്കുള്ളിൽ പറക്കുമ്പോൾ തന്നെ 400 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾ അയച്ച് അവയെ വായുവിൽ വെച്ച് നശിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കും. പിന്നെ MRSAM സിസ്റ്റം, DRDOയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ച MRSAM സംവിധാനങ്ങൾക്ക് 70 മുതൽ 100 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. സജീവമായ എയ്സാർ റഡാറുകൾ അടങ്ങിയ ഈ സിസ്റ്റത്തിന് ഒരേ സമയത്ത് ഒന്നിലധികം ഫൈറ്റർ വിമാനങ്ങളെ ട്രാക്ക് ചെയ്യാനും തകർക്കാനും സാധിക്കും. ആകാശ് എൻജിയും ഇസ്രായേലി സ്പൈഡർ സിസ്റ്റവും ഒക്കെ അതിർത്തിയിൽ എപ്പോഴും സുസജ്ജമാണ്. ഇതിൻ്റെ എല്ലാം പുറമെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ ആധിപത്യം. എയർ ഡിഫൻസ് ഗ്രൗണ്ട് സിസ്റ്റങ്ങളെ മറികടക്കാൻ ഒരു പാകിസ്ഥാൻ F-16 ശ്രമിച്ചാൽ പോലും അതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്ന ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അവയെ തകർക്കും. ആദ്യം റഫാൽ പ്ലസ് മീറ്റിയോർ മിസൈലിൻ്റെ കോമ്പിനേഷൻ. റഫാലിൽ ഘടിപ്പിച്ചിട്ടുള്ള മീറ്റിയോർ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച BVR മിസൈലാണ്. 150 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ഇതിൻ്റെ നോ എസ്കേപ്പ് സോൺ ഏറ്റവും കൂടുതലുമാണ്. പാകിസ്ഥാൻ്റെ F-16 പൈലറ്റിന് റഫേലിനെ റഡാറിൽ കിട്ടുന്നതിന് എത്രയോ മുമ്പ് തന്നെ റഫേലിൽ നിന്നും അതിനെ ലക്ഷ്യമാക്കി മീറ്റിയോർ തൊടുത്തിരിക്കും. പിന്നെ സുഖോയ് 30 MKയും അസ്ത്രയും തമ്മിലുള്ള കോമ്പിനേഷൻ. നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച അസ്ത്ര BVR മിസൈലുകൾ സജ്ജമാക്കിയ സുഖോയ് വിമാനങ്ങൾ ഏത് സമയത്തും ആകാശത്ത് പൂർണ്ണ ആധിപത്യം ഉറപ്പാക്കും. പാകിസ്ഥാൻ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസപ്പിൽ KGK ഗ്ലൈഡ് കിറ്റുകൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ ദൂരം താണ്ടാൻ കഴിയുമെന്നാണ്. KGK ഗ്ലൈഡ് കിറ്റുകൾ ഘടിപ്പിച്ചാൽ ഇതിന് പരമാവധി 30 മുതൽ 60 കിലോമീറ്റർ വരെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ. അതും വളരെ ഉയർന്ന ഉയരത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താലും മാത്രം. അപ്പോൾ എന്ത് പറ്റും? ബോംബിന് കൂടുതൽ ദൂരം കിട്ടാൻ വേണ്ടിയിട്ട് F-16 ഉയർന്ന ഉയരത്തിൽ പറക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പറക്കുന്നത് ഇന്ത്യയുടെ ഗ്രൗണ്ട് റഡാറുകൾക്കും റഫാൽ വിമാനങ്ങൾക്കും F-16 എളുപ്പം ആക്രമിക്കാനുള്ള ഇരയായിട്ട് മാറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇന്ത്യയുടെ പ്രതിരോധ ഉപഗ്രഹങ്ങളും AWACS വിമാനങ്ങളും പാകിസ്ഥാൻ്റെ ഏതൊരു എയർബേസിലെയും നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നുണ്ട്. 2000 പൗണ്ട് ഭാരമുള്ള കനത്ത ബോംബുകൾ വിമാനങ്ങളിൽ ലോഡ് ചെയ്യുന്നതും തയ്യാറെടുപ്പുകൾ നടത്തുന്നതും മുൻകൂട്ടി അറിയാനായിട്ട് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ശൃംഖലയ്ക്ക് സാധിക്കും. ചുരുക്കത്തിൽ, പാകിസ്ഥാൻ വ്യോമസേന തുർക്കിയിൽ നിന്ന് ലഭിക്കുന്ന ഗസാബ് തെർമോബാറിക് ബോംബ് തങ്ങളുടെ ആയുധ ശേഖരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി അവർക്ക് മാധ്യമങ്ങളിലെ ശ്രദ്ധ നേടാനും തങ്ങളുടെ പരമ്പരാഗത സ്ഫോടനശേഷി പേപ്പറിൽ വർദ്ധിപ്പിക്കാനും അങ്ങനെ അവിടുത്തെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും കഴിഞ്ഞേക്കാം. പിന്നെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അവരുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള സുരക്ഷിതമായ താവളങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കോ എതിരായിട്ട് അവർക്കിത് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ സാങ്കേതികമായിട്ട് അത്യന്തം മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്കും S-400 അടങ്ങുന്ന ബഹുതല വ്യോമ പ്രതിരോധ ശൃംഖലയ്ക്കും മുമ്പിൽ തന്ത്രപരമായ യാതൊരു മേൽക്കൈയും പാകിസ്ഥാന് നൽകാൻ ഈ ഗസപ്പിന് കഴിയില്ല. ഇന്ത്യയുടെ വ്യോമാതിർത്തിയിലേക്ക് കടന്നു കയറി ബോംബ് ഡ്രോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരു F-16 വിമാനവും ബോംബ് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ മിസൈലുകളാൽ വായുവിൽ തകർക്കപ്പെടുമെന്നതാണ് യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ നമ്മുടെ പല ഓൺലൈൻ ചാനലുകളിലും വാർത്തകൾ കണ്ടു. അതുകൊണ്ടാണ് ഇതിനെ ഒന്ന് കാര്യമായിട്ട് വിശകലനം ചെയ്ത് നമ്മുടെ ആശങ്കകളൊക്കെ അസ്ഥാനത്താണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഞാൻ ചെയ്തത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.